ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം സംസാരിക്കാൻ നിൽക്കാനെന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കാം. അല്പനേര ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അബ്രഹാമിൻ്റെ വിശിഷ്ട ഗുണങ്ങളെ പറ്റിയാണ്. വിശ്വാസ ജീവിതത്തിന് മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് അബ്രഹാം. വിശ്വാസികളുടെ പിതാവ് എന്ന പേര് അന്വർത്ഥമാകുന്ന ജീവിതമാണ് അബ്രഹാം നയിച്ചിരുന്നത്. ഒന്നാമതായി, അനുസരിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി 12:4 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. ഇവിടെ നാം വായിക്കുന്നുണ്ട്, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. യഹോവയുടെ വാക്ക് അതുപോലെ അനുസരിച്ച് മറുപടി ഒന്നും തിരിച്ചു ചോദിക്കാതെ അല്ലെങ്കിൽ ഒന്നും പറയാതെ അബ്രഹാം അതുപോലെ അനുസരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ശമൂവേൽ 15:22 വായിക്കുന്നുണ്ട്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇതുപോലെ ദൈവത്തെ അതേപടി അനുസരിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. ഇവിടെ നാം അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായി, അബ്രഹാമിന്റെ ആരാധനാ ജീവിതം. ഉൽപ്പത്തി 12:7 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ഇവിടെ നാം വായിക്കുന്നത്, അബ്രഹാം പോയ സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി അവൻ ഒരു യാഗപീഠം പണിത് അവിടെ ആരാധിക്കുന്നതായി നാം കാണുവാൻ സാധിക്കുന്നു. അവിടെ മാത്രമല്ല, നാം വേദഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ അവൻ ദൈവത്തെ ആരാധിച്ചതായി നാം കാണുന്നുണ്ട്. മത്തായി 6:33 നാം വായിക്കുന്നുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു വാക്യം അബ്രഹാമിന്റെ ജീവിതത്തിൽ പാലിക്കപ്പെട്ടതായി നാം കാണുന്നുണ്ട്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത അബ്രഹാമിനെ ദൈവം മാനിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ അബ്രഹാമിന്റെ ആരാധനാ ജീവിതത്തെ കാണുന്നുണ്ട്. മൂന്നാമതായി, അബ്രഹാമിന്റെ സഹോദര സ്നേഹമാണ്. ഉൽപ്പത്തി 13:6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് ആ പശ്ചാത്തലം അറിയാം. ലോത്തും അബ്രഹാമും തമ്മിലുള്ള സംഭാഷണമാണ് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇവിടെ അബ്രഹാം ലോത്തിനോട് പറയാണ്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുമ്പാകെയല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇവിടെ നാം അബ്രഹാമിന്റെ ഒരു നല്ല ഒരു ഗുണത്തെയാണ് കാണുന്നത്, സഹോദര സ്നേഹം. ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ അവന് സഹോദര സ്നേഹമുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ തൻ്റെ ഹിതം നോക്കാതെ അവൻ്റെ സഹോദരന്റെ ഹിതം നോക്കി അതിന് സമ്മതിച്ച് സ്നേഹവാനായ സഹോദര സ്നേഹമുള്ള ഒരു അബ്രഹാമിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നാലാമതായി, അതിഥി സൽക്കാരം ആചരിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി 18:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണിത്. 3 പുരുഷന്മാർ അവിടെ അബ്രഹാമിന് പ്രത്യക്ഷമായി. അപ്പോൾ അബ്രഹാം, നമുക്കിവിടെ വായിക്കാൻ സാധിക്കും, അവൻ കൂടാരവാതിൽക്കൽ വെച്ച് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിലിരിപ്പിൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. ശേഷം നമുക്ക് വായിക്കാൻ സാധിക്കും, അബ്രഹാം ബന്ധപ്പെട്ട് ഓടിച്ചെന്ന് മാവ് കുഴയ്ക്കുകയും അപ്പം ഉണ്ടാക്കുകയും തൻ്റെ പശുക്കിടാക്കളിൽ നിന്നൊരു നല്ല ഒരു ഊനവും ഇല്ലാത്തൊരു പശുക്കിടാവിനെ ചെന്ന് അറക്കുകയും അവരെ പരിചരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. റോമർ 12:13 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവൻ. ഈ ഒരു വാക്യം അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഒരു വ്യക്തി ആയിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ അതിഥി സൽക്കാരം ആചരിക്കുന്ന ഒരു അബ്രഹാമിനെ കാണുന്നുണ്ട്. അവസാനമായി, വിശ്വസ്തനായ അല്ലെങ്കിൽ വിശ്വാസമുള്ള അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി 22:4 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമ്മളെല്ലാവരും കാണാപാഠമായി നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഏതൊരു വ്യക്തിയും പിന്തിരിയാമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു അബ്രഹാമിന്. തനിക്ക്
വർഷങ്ങൾക്കു ശേഷം തനിക്ക് കിട്ടിയ തൻ്റെ ഏകജാതനായ മകനെ ദൈവം യാഗമായി ചോദിക്കുകയാണ്. ഇവിടെ ഏതൊരു വ്യക്തിയും പിന്തിരിയാമായിരുന്ന സാഹചര്യത്തിൽ ദൈവം കരുതുമെന്ന് വിശ്വസിച്ച അബ്രാഹാം ഇവിടെ ത്യാഗ ത്യാഗപരമായ വിശ്വാസത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് എബ്രായർ 11 അധ്യായം നമ്മൾ എടുത്തു നോക്കിയാൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നമുക്ക് അബ്രാഹാമിനെ കാണുവാൻ സാധിക്കും. അത്രയും ത്യാഗപരമായ ഒരു വിശ്വാസമായിരുന്നു അബ്രാഹാമിൻ്റേത്. നെഹമ്യാവ് 9:8 നമ്മൾ വായിക്കുന്നുണ്ട്. നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നതാണ്. നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. വിശ്വാസമുള്ള ഒരു അബ്രഹാമിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ അബ്രഹാമിന്റെ 5 ശ്രേഷ്ഠ ഗുണങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചു. ഒന്നാമതായി അനുസരിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിച്ചു. രണ്ടാമതായി ആരാധനാ ജീവിതം നയിച്ച അബ്രഹാമിനെ കാണുവാൻ സാധിച്ചു. മൂന്നാമതായി സഹോദര സ്നേഹമുള്ള ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിച്ചു. നാലാമത് അതിഥി സൽക്കാരം ആചരിക്കുന്ന അബ്രഹാമിനെ കാണുവാൻ സാധിച്ചു. അവസാനമായി വിശ്വാസമുള്ള ഒരു അബ്രഹാമിനെ, വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിച്ചു. പ്രിയരെ, നമ്മുടെ നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് നാം ചിന്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ സ്വഭാവ സവിശേഷതകൾ ഉണ്ടോ എന്ന് തന്നെത്താൻ ശോധന ചെയ്ത് ജീവിക്കാം. എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.